എനിക്ക് ശ്യാംകുമാറിനോടും കാരാശ്ശേരി മാഷിനോടുമാണ് എനിക്ക് എൻ്റെ ചോദ്യമുള്ളത്. നമ്മൾ കേവലം ഈ കേരളത്തിലെ ചുറ്റാവട്ടത്ത് മാത്രം നിന്ന് ഈ ചർച്ച ഒതുക്കുന്നതിൻ്റെ യുക്തിയാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഗുരുദേവൻ ലോകഭീഷണമാണ്, ലോകമാനവികതയാണ് ഗുരുദേവൻ മുന്നോട്ട് വെച്ചത്. ആ ലോകമാനവികതയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കാതെ കേവലം ഇവിടുത്തെ ജാതി വ്യവസ്ഥകളിൽ മാത്രം നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് നമ്മളിലേക്ക് തന്നെ ചുരുങ്ങി പോകുന്നില്ലേ എന്ന ചോദ്യമാണ് ഈ സദസ്സിനുള്ളത്. ആത്മോപദേശത്തിൽ ഗുരു പറയും, അയലു തകപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിടണം. അയലത്തുകാർ നന്നാകുന്നതിനായിട്ട് പരിശ്രമിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ലളിതമായി പറയാനുള്ള ലോകമാനവികത എന്നൊക്കെ പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ, വാളയാർ ഒരാളെ തല്ലിക്കൊന്നു, ആ സംഭവം കൊണ്ട് നമ്മൾ ലോകമാനവികതയെ പറ്റിയ ചർച്ച. തൊട്ടടുത്ത് ആളുടെ വീട്ടിൽ അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടോ, തല്ലിക്കൊല്ലുന്നുണ്ടോ, ഈ പ്രശ്നം നമ്മളെ ബാധിക്കും. നമ്മൾ ലോകമാനവികത വലിയ ആശയങ്ങളാണ്. എന്താണ് ഇന്ത്യയുടെ പ്രശ്നം? 1925 സംഭാഷണത്തിൽ CV കുഞ്ഞിരാമനോട് നാരായണ ഗുരുസ്വാമികൾ ചോദിച്ചു, ഇന്നത്തെ ഇന്ത്യക്ക് എന്താണ് വേണ്ടത്? ഇന്നത്തെ ഇന്ത്യക്ക് എന്താണ് വേണമെങ്കിൽ ഗുരുവിന് ഈ മറുപടി പറയാം, ലോകമാനവികത. എളുപ്പമാണല്ലോ. ഗുരു പറഞ്ഞു, ജാതി വ്യത്യാസവും മതവിദ്വേഷവും ഇല്ലാത്തൊരു ഇന്ത്യയാണ് വേണ്ടത്. ഗുരു തന്നെ ചോദിക്കുന്നു, ഗുരു തന്നെ മറുപടി പറയുന്നു. ഇന്നത്തെ ഇന്ത്യക്ക് എന്താണ് വേണ്ടത്? 2025 ഗുരു ഉന്നയിച്ച അതേ ചോദ്യം വീണ്ടും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യക്ക് എന്താണ് വേണ്ടത്? ജാതിയിൽ നിന്നും മതവിദ്വേഷത്തിൽ നിന്നുള്ള മോചനമാണ് ഇന്നത്തെ ഇന്ത്യക്ക് വേണ്ടത്. കാരണം ഇന്ത്യക്കാരനായ ഒരാൾ, അയാൾ അസ്പൃശ്യനാക്കപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾ കച്ചവടം ചെയ്യുമ്പോൾ അയാളുടെ മുമ്പിൽ ഭീകര സ്വത്വമായി ആദ്യം നിൽക്കുന്ന ജാതിയാണ്. അതുകൊണ്ട് ഗുരു എന്തുകൊണ്ടാണ് ജാതി ലക്ഷണവും ജാതിയെ സംബന്ധിച്ച 2 കൃതികൾ എഴുതിയത്? ജാതി നിർണയം ജാതി ലക്ഷണം എന്തിനു ഗുരു എഴുതി? ഗുരുവിന് അത് എഴുതേണ്ടി വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ജാതി ഒരു അടിസ്ഥാന പ്രശ്നമായി, ഇന്ത്യയിലെ ഒരു ഭീകര പ്രശ്നമായി, ജാതി മനുഷ്യനാകുന്നതിന് നമ്മെ തടയുന്നു എന്നുള്ളത്. അപ്പൊ മാനവികത എന്ന് പറഞ്ഞ ആശയം പറഞ്ഞത് മനുഷ്യത്വം വേണം. പക്ഷേ ഒരാളെ മനുഷ്യനായിട്ട് നമ്മളാണെങ്കിൽ അംഗീകരിക്കാറുണ്ടോ? അംഗീകരിക്കാറില്ല. ശിവഗിരിയിൽ തന്നെ ഒരു സംഭാഷണം, ഒരിക്കലും ഒരു ദിവാൻ ഗുരുവിനെ കാണാൻ ശിവഗിരിയിൽ വന്നപ്പോ ആ സംഭാഷണത്തിൽ വന്ന ദിവാൻ അസ്പൃശ്യരാക്കപ്പെട്ട ജനവിഭാഗത്തിൽപ്പെട്ട കുറച്ച് കുട്ടികൾ ശിവഗിരിയിൽ പഠിക്കാനുണ്ടായിരുന്നു. അവരെ ദിവാൻ വിശേഷിപ്പിച്ചത് അധകൃതർ എന്നാണ്. ഗുരു ഉടനെ തിരുത്തി, അധകൃതർ എന്നൊരു വിഭാഗമില്ല, ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും 2 വിഭാഗമാണുള്ളത്. അതെ. അപ്പോ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത്? പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇന്നും 2025 നമ്മൾ നേരിടുന്ന ഏറ്റവും ഭീകരമായ പ്രശ്നം എന്ന് പറയുന്നത് ജാതി. 2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം സ്വാമി. അത് സ്വാമി പറഞ്ഞൊരു കാര്യത്തോടുള്ള ഒരു കൂട്ടിച്ചേർക്കലാണ്. ഇപ്പൊ ശങ്കരൻ ജാതി വ്യവസ്ഥയെ അനുകൂലിക്കുന്നില്ല, ശങ്കരാചാര്യ കൃതികളിൽ അങ്ങനെ ഒരു പ്രസ്താവന ഇല്ല എന്ന് പരാമർശിക്കുകയുണ്ടായി. ശങ്കരാചാര്യരുടെ അപശൂദ്രാധികരണം ശങ്കരന്റെ അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം, നമ്മൾ ഒരാളുടെ കൃതി അങ്ങനെ അയാളുടേതല്ലെന്ന് പറയണമെങ്കിൽ ഭാഷ വ്യത്യാസമായിരിക്കണം, ഉദ്ധരിച്ച ശ്ലോകങ്ങൾ, അതിന്റെ രീതി, ഇതെല്ലാം നമ്മൾ വെച്ച് പരിശോധിക്കുമ്പോഴാണ് ഒരു കൃതി ആ കൃതിയുടെ ഭാഗമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും അപശൂദ്രാധികരണം കുറെ കാലമായിട്ട് അതിന്റെ ഇതല്ല. ഇപ്പൊ കേരളത്തിൽ, പൊതുവെ ഇന്ത്യയിൽ മൊത്തം സംസ്കൃത സംബന്ധിയായിട്ട് ജാതി വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രക്ഷിപ്തമാണെന്ന് പറഞ്ഞാൽ ബഹുവേഗമായി അപശൂദ്രാധികരണത്തിൽ വളരെ വ്യക്തമായി ശങ്കരാചാര്യർ ഗൗതമധർമ്മസൂത്രം ഉദ്ധരിക്കുകയും, ഞാനിവിടെ മുമ്പ് ചൊല്ലിയ അധഹാസ്യവേദം ഉപസൃണത എന്ന് തുടങ്ങിയ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ശങ്കരാചാര്യർ പറയും, ശൂദ്രാണാം അസമാസകരണം ഏകജാതിത്വേ സതി വേദാനധികാരാത്. എന്ന് ശങ്കരാചാര്യർ ഭഗവത്ഗീതയുടെ ആമുഖത്തിൽ എഴുതും. ഭഗവാൻ വാസുദേവൻ അവതരിക്കും എന്തിനാണ്? ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം എന്ന് വളരെ കൃത്യമായിട്ട് ശങ്കരാചാര്യര് ഭഗവത്ഗീതയുടെ ആമുഖത്തിൽ പറഞ്ഞു. എന്താണ് ബ്രാഹ്മണ്യം? ബൃഹദാരണ്യകോപനിഷത്ത് ഉദ്ധരിച്ചുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ജാതി ബ്രാഹ്മണനെയാണ് ശങ്കരാചാര്യർ ബ്രാഹ്മണൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ബൃഹദാരണ്യകോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ. അതുകൊണ്ട് ഭഗവത്ഗീതാ ഭാഷ്യം, ബ്രഹ്മസൂത്ര ഭാഷ്യം, അതുപോലെ ഉപനിഷത്ത്, ദശോപനിഷത്ത് ഭാഷ്യം, ഇതിലെല്ലാം തന്നെ മനുസ്മൃതി 50-ലധികം തവണയാണ് മനുസ്മൃതി ഉദ്ധരിക്കുന്നത്. തന്നെയല്ല, ശൂദ്രന് വേദാധികാരമില്ലെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശങ്കരാചാര്യർ ഉദ്ധരിക്കുന്നത് പുരുഷസൂക്തമാണ്. അദ്ദേഹം പറയും, ശ്രുതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്.
എന്ന് പറഞ്ഞുകൊണ്ട് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം ഉദ്ധരിച്ചിട്ടാണ് ഇത് ശ്രുതി വചനം അനുസരിച്ചാണ് എന്ന് ശങ്കരാചാര്യ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇത് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നാരായണ ഗുരുസ്വാമികളുടെയും ശങ്കരാചാര്യരുടെയും അദ്വൈതത്തിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസം, ശങ്കരാചാര്യർക്ക് ജാതി വ്യവസ്ഥയെ മറികടക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ചാതുർവർണ്ണത്തെ ഉയർത്തിപ്പിടിച്ച ആളാണ്. അതുകൊണ്ട് ശങ്കരന് തെറ്റുപറ്റി എന്ന് പറയുന്നതിന് നാരായണ ഗുരുസ്വാമികൾക്ക് യാതൊരു മടി ഉണ്ടായിരുന്നില്ല. വേദം രസിച്ച ബാദരായണനും ശങ്കരാചാര്യർക്കും തെറ്റുപറ്റി എന്ന് തന്റെ ജീവിതത്തിൽ 3 സന്ദർഭങ്ങളിൽ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മതം മാറ്റത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ എന്റെ ഇത് അവസാനിപ്പിക്കുക. അത് പറയാതിരിക്കാതെ ഈ നമ്മൾ ആഗമാന്ത നിലയെ എന്ന് നമ്മൾ പറയും. ആരുടെയാണ് ആഗമങ്ങൾ? അത് ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെയാണ് ആഗമങ്ങൾ. മനുസ്മൃതി വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിൽ മനുസ്മൃതിയുടെ വ്യാഖ്യാതാവായ പുല്ലുകഭട്ടൻ പറയും, ശ്രുതിശ്ച ദിവിധ താന്ത്രികി വൈദികി ച. ശ്രുതിശ്ച ദിവിധ താന്ത്രികി വൈദികി ച. 2 മാർഗങ്ങളാണ് ശ്രുതിക്കുള്ളത്, താന്ത്രികമെന്നും വൈദികമെന്നും. ഇതിൽ താന്ത്രികമെന്ന് താന്ത്രികമെന്ന് വിവക്ഷിക്കുന്ന ആഗമങ്ങൾ മുഴുവൻ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആയിരുന്നു. അതുകൊണ്ടാണ് ഏറ്റവും പ്രാചീനമായ ബ്രഹ്മയാമള തന്ത്രത്തിൽ മത്സ്യമെടുത്ത് ഹോമിക്കുന്നതിനെ പറ്റി ബ്രഹ്മയാമളത്തിൽ പറയുന്നുണ്ട്. മത്സ്യം ഹോമിക്കുന്നതിനെ പറ്റി, കാരണം അത് തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് നമുക്ക്. അതുകൊണ്ട് ഗുരു ആഗമാന്ത നിലയിൽ എഴുതും. ശങ്കരാചാര്യ ജഗൻ വിദ്യ എന്ന് പറയുമ്പോൾ ഗുരുസ്വാമികൾ ജനനീ നവരത്ന മഞ്ജരിയിൽ എഴുതി, എല്ലാം ഉള്ളത് തന്നെ ഈ പ്രപഞ്ചത്തെ അംഗീകരിക്കുന്നു ഗുരു എന്നുള്ളതാണ്. ഞാൻ ചില കൂട്ടിച്ചേർക്കൽ നടത്തിയതാണ്, അല്ലാതൊരു ഒരിക്കലല്ല മനസ്സിലായി. അത് ശ്യാംകുമാർ അതിനെ പൂരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ കാര്യത്തിനകത്ത് നമുക്കും വിയോജിപ്പൊന്നുമില്ല. കാരണം മറ്റൊരു കാര്യം ഇതിനകത്തുള്ളത്, ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ ഈ ശങ്കരാചാര്യമായിട്ട് പറയുമ്പോൾ ശങ്കരാചാര്യന്റെ മൊത്തം പഠിക്കുകയാണ് എങ്കിൽ ഇത്തരം മനുസ്മൃതി, ഗൗതമ സ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി മുതലായ കത്തിച്ച് കളയേണ്ടതായിട്ടുള്ള പുസ്തകങ്ങളെ ശങ്കരാചാര്യ പ്രമാണമായി സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്. അത് മനൗതത് ഉക്തം ചത് ഔഷധം. മനു പറയുന്നതെല്ലാം ഔഷധത്തിന് തുല്യമാണെന്ന് പറഞ്ഞ മണ്ടത്തരം വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ മണ്ടത്തരത്തിനെയാണ് ഗുരു പറഞ്ഞത് എന്താണ്, ശങ്കരന് തെറ്റുപറ്റിയെന്നാണ്, സാമൂഹ്യ വിഷയത്തെ തെറ്റുപറ്റിയെന്ന്. ഇതോടൊപ്പം ഒരു കൂട്ടിച്ചേരേണ്ടത്, നമ്മുടെ ഇന്നത്തെ ഇപ്പൊ സമകാലീന കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ നെടുനായകത്വമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിലൂടെ ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ശബരിമല മുതലായ അല്ലെങ്കിൽ ഗുരുവായൂർ മുതലായ ക്ഷേത്രങ്ങളിൽ ജാതി ബ്രാഹ്മണന് മാത്രമേ പൂജിക്കാൻ അധികാരമുള്ളൂ എന്ന് പറഞ്ഞ് അത് എടുത്തു കളയാനായിട്ട് മുട്ടുപിറയ്ക്കുന്നവർ ഇന്ന് ആധുനിക കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് കാണുമ്പോഴാണ് കേരളത്തിലെ ശിവഗിരി മഠം മുതലായിട്ടുള്ള ഇത്തരം ഈ തീർത്ഥാടന ഇത്രയും സജീവമായ ചർച്ച കൊണ്ടുവരേണ്ടത്. കാരണം മനുഷ്യനല്ലാതാക്കി അകറ്റി നിർത്തുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും യുഗത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോഴും ഇത് ജന്മം കൊണ്ട്, അതാണ് മഹാഭാരതത്തിന്റെ ജാതി സമ്പ്രദായം ജന്മം കൊണ്ടാണ് എന്നുള്ളത് വസ്തുതയാണ്, പരമാർത്ഥമാണ്. അതിന് ഗുരു എതിർക്കുന്നില്ല. ആ യാഥാർത്ഥ്യത്തെ ഇന്നും നിലനിർത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ഗുരുവിനോട് ഒരിക്കലും ചോദിക്കുന്നത് വർണ്ണം സവർണൻ എന്ന് പറയുമ്പോൾ ഗുരുവിന് കൊടുക്കുന്ന മറുപടി സവർണൻ, അത് 2 അല്ലേ ഉള്ളു, 4 ഇല്ലല്ലോ. പിന്നെ എന്താണ് സവർണൻ? വർണ്ണമുള്ളവൻ, അറിവുള്ളവനാണ് സവർണൻ, അവർണന് അറിവില്ലാത്തവൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും എന്നുള്ള 2 അല്ലേ ഉള്ളൂ എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു യുക്തിപരമായ ഒരു ചിന്ത. ഇത്തരം യുക്തിപരമായ ചിന്തയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഏതോ ഒരു ശാന്തിക്കാരൻ ഗുരുവിനോട് ഈ പ്ലാവിന്റെ കാതല് വിറക് കൊണ്ടാണ് ഹോമം ചെയ്യേണ്ടതെന്ന് ഗുരുവിനോട് പറയുന്നുണ്ട്. അതല്ലാതെ ഹോമം ചെയ്തു കഴിഞ്ഞാൽ ആ യാഗത്തിന് ഫലമുണ്ടാവില്ല, കാതൽ വിറക് തന്നെ എടുക്കണമെന്ന് പറയുന്നു. അപ്പൊ ഗുരു കുറച്ചു നേരം ഉണ്ടായിരുന്നിട്ട് പറയുന്നുണ്ട്, എന്താണ്, കലവ് ശ്രേയ പ്രകീർത്തി ധനസസ്യ ഇന്ധനം ശുക്ലം. ഗുരു തിരുത്തി എന്നിട്ട് പറയാണ്, സംസ്കൃതം അറിയാവുന്നവർക്ക് ഇങ്ങനെ പ്രമാണം എഴുതി വെക്കാം എന്ന് വെച്ചാൽ ഗുരു പറയാണ്, കലികാലത്തില് ഈ പ്ലാവിന്റെ വെളുത്ത വിറകാണ് ഹോമത്തിന് നല്ലത്. ഗുരു അപ്പൊ തന്നെ എഴുതി തിരുത്തി. കാതല് അവിടെ നിൽക്കട്ടെ, അത് വേണേ വല്ല ഫർണിച്ചറിന് ഉപയോഗിക്കാമല്ലോ എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പം സംസ്കൃതം അറിയാവുന്ന ഒരു യുക്തിഹീനെ വിചാരയത്തു ധർമ്മഹാനി പ്രജായതയെന്നാണ്. യുക്തിഹീനമായ വിചാരം കൊണ്ട് ധർമ്മഹാനി സംഭവിക്കാമെന്നാണ്. അങ്ങനെ യുക്തിഹീനമായ വിചാരങ്ങള് ഗുരുദേവൻ എതിർത്തു. അതിനെല്ലാം ഒരു ഭദ്രമായ യുക്തിഭദ്രമായ അടിത്തറ നൽകിക്കൊണ്ടാണ് ഗുരു നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ചു പോകുന്നത്. അതില് ഇന്ന് നമ്മൾ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും ഗുരുദേവ ചിന്തയിൽ നിന്നും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുദേവൻ ഉയർത്തിപ്പിടിച്ച ആ യുക്തിഭദ്രമായ ആശയത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, പലപ്പോഴും നമ്പൂതിരി ഈ നൂലിട്ടവർ അല്ലെങ്കിൽ ഗുരു പറയുന്ന പോലെ എന്താണ് ഈ സവർണർ എന്ന് പറയുന്നവർ കൊണ്ടു നടക്കുന്ന പല ആചാരങ്ങളെയും അതേപോലെ പിന്തുടരാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അതായിരുന്നില്ല ഗുരു ഉദ്ദേശിച്ചത്.
അതിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു യുക്തി ഗുരു ശക്തമായിട്ട് നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞല്ല, സമുദായം പലപ്പോഴും ഇത്തരം ജീർണതകളുടെ പറയുകയാണ് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി ചിന്തിക്കണമെന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ചർച്ചയുടെ ആവശ്യം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്.